പുഷ്പങ്ങളാക്കുന്നു ഭാര്യ. എത്ര തെളിഞ്ഞാലും എണ്ണ പറ്റാത്തൊരു ചിത്രവിളക്കാണു ഭാര്യ. ആരുടെ ഭാര്യ? എന്റെ ഭാര്യ. ഭാര്യ വീട് എവിടെയാ? അവിടെ. അപ്പൊ എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? അപ്പുറത്തെ വീട്ടിൽ നോക്കി പാടുന്നത് എന്തിനാണ്? എന്നെ നോക്കിയല്ലേ പാടേണ്ടത്? അനിയത്തി എന്ന് പറയുന്നത് വകയിലൊരു അനിയത്തി. മുതലാളി ഒന്നാണെങ്കിലും രണ്ട് ഫാക്ടറിയാ. ഒരച്ഛനാണെങ്കിലും രണ്ട് അമ്മയാന്ന്. അവളെ ഞാൻ അനിയത്തിയായിട്ട് കണക്കാക്കിയിട്ടേ ഇല്ല. അവളുടെ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു. അതോടുകൂടി എനിക്ക് കിട്ടേണ്ട ഈ രണ്ട് വീടും ഈ കിണറാണ് പോയത്. ഇപ്പൊ അതിന്നൊരു വീട് അവൾക്ക് കൊടുക്കണം, ഈ കിണറിന്റെ പകുതി അവൾക്ക് കൊടുക്കണം. എനിക്ക് സംശയമാണ്. 2 ദിവസം മുമ്പ് നിങ്ങൾ മാർക്കറ്റിൽ പോയായിരുന്ന? അപ്പൊ നിങ്ങളൊരു പച്ച സാരി കൊടുത്ത പെണ്ണിനെ നോക്കി ഈന്ന് വിളിച്ചല്ല. എന്തിനാത്? അതാണെന്നറിയാമോ? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്റെ കൂടെ ഒറ്റ ബെഞ്ചിൽ നിന്ന് പഠിച്ച ആത്മാർത്ഥ സുഹൃത്തിന്റെ ഭാര്യയാണത്. അയ്യോ, എന്താണ് അവളുടെ പേര്? മല്ലിക. അപ്പൊ അവളുടെ ആത്മാർത്ഥ സുഹൃത്തിന്റെയോ? എന്ത് നിങ്ങളുടെ ആക്കെ ഇറങ്ങിപ്പോയാ? എത്ര വരെ പഠിച്ചെന്ന്? 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ്. 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. ഏത് ബെഞ്ചിലിരുന്ന് പഠിച്ചു? ഒറ്റ ബെഞ്ചിലിരുന്ന് പഠിച്ചു. ഒറ്റ ബെഞ്ചിലിരുന്ന് പഠിച്ച കൂട്ടുകാരുടെ പേര് നിങ്ങൾക്ക് അറിയില്ല, അവരുടെ ഭാര്യയുടെ പേര് നിങ്ങൾക്ക് അറിയാം. ഗുരുവാണോ? എല്ലാത്തിനും സംശയം. എടി, നിനക്കറിയാമോ, അപ്പോഴൊക്കെ നിന്റെ അനിയത്തിലെ ഭർത്താവിന്റെ സ്നേഹം കാണുമ്പോ എനിക്ക് കൂതി വരും. കൂതി സ്നേഹം കാണുമ്പോഴല്ല, നിങ്ങൾക്ക് അവളെ കാണുമ്പോഴാ കൂതി. പരിപാടി അവിടെ ഇരിക്കണല്ലോ, നല്ല ചെത്തിപ്പൂ കണക്കാണ്ടിരിക്കണ. ഇതൊരുമാതിരി മാറ്റാറ്റില്ല മുഖവും വെച്ചോട്ട്. എങ്ങനെ ഇരിക്കാതിരിക്കും? കുടുംബത്തെ ഇറങ്ങി പണിയെടുക്കണം. ഞാൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. അടുപ്പും കരിയും പുകയും കൊണ്ടിട്ട് ഞാൻ ഈ കോലത്തിലായത്. അപ്പൊ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര് കുറച്ച് ഡള്ളായൊക്കെ ഇരിക്കും. എന്തരായിരിക്കും? ഡള്ള് എന്ന് വെച്ചാ കറുപ്പ്, അല്ലാതെ തള്ളു എന്നല്ലല്ലോ. അയ്യോ, നിങ്ങൾ പിന്നെ ദേവേന്ദ്രൻ അച്ഛൻ മുത്തുപാട്ടിലാണല്ലോ. എന്നെ കെട്ടിയത് മുത്തുപെട്ടത് അല്ലെങ്കിൽ പിന്നെ എന്തിനാ? അത് എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക്. ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഞാൻ ഒരാളെ പ്രേമിച്ചു പോവില്ല, ഒളിച്ചോടി പോവില്ല എന്ന്